ദുബായ് പഴയ ദുബായ് അല്ല. വാച്ചിന്റെ ഡിസൈനർ പല ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. യെസ്, ഇന്ന് ഹാപ്പി ഫേസ് ഒറ്റയ്ക്കാണ് പോകുന്നത്, ഒരു ഇവൻറ്റിന് പോവാണ്. ആക്ച്വലി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ടൈം ഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാച്ച് ക്ലബ്ബ് ഉണ്ട് ഇവിടെ. ഓക്കെ, ടൈം ഗ്രാഫേഴ്സ് ഇവിടെ എല്ലാ നാട്ടിലും ഉണ്ട്. ടൈം ഗ്രാഫേഴ്സ് GCC എന്ന് പറഞ്ഞ GCC ചാപ്റ്റർ. അപ്പോൾ ദുബായിലുള്ളതും UAE-യിലുള്ളതും GCC-യിലുള്ളതുമായ വാച്ച് പ്രേമികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണത്. വാച്ച് പ്രേമികളെന്നോ വാച്ചിനെ ഇഷ്ടപ്പെടുന്നവരെന്നോ അങ്ങനെയൊക്കെ പലതും പറയാം. അപ്പം അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ആണെന്നുള്ളത്. അപ്പോൾ ആ ഗെറ്റ് ടുഗദറിന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കെട്ടി റെഡിയായി പോയിക്കൊണ്ടിരിക്കുന്നു. ദുബായിലാണ് ഇവൻ്റ് നടക്കുന്നത്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എത്ര ആൾ വരും എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു നല്ല ഇവൻ്റ് ആവും. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിപ്പെടും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇനി കൂടുതൽ വിശേഷം നമുക്ക് പോകുന്ന വഴിയിൽ അവിടെ എത്തിയിട്ടും പറയാം, അതല്ല നല്ലത്. സോ അങ്ങനെ ഈ ടൈം ഗ്രാഫേഴ്സ് GCC ചാപ്റ്റർ എന്ന് പറയുന്നത് ചെറിയ ഗ്രൂപ്പൊന്നുമല്ല കേട്ടോ. ഓൾമോസ്റ്റ് 60+ മെമ്പേഴ്സുള്ളൊരു വലിയൊരു ഗ്രൂപ്പാണ്. അത്രമാത്രം ആൾക്കാരുണ്ട് അതിൽ. അതേപോലെ നാട്ടിലുണ്ട് അവർക്ക് വലിയൊരു ടീം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ആണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാട്ടിൽ നിന്നും കുറച്ച് മെമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതൊരു ഗ്രാൻഡ് ഫങ്ഷൻ ആവും. കുറച്ച് വാച്ച് ബ്രാൻഡുകൾ വരുന്നുണ്ട്, പിന്നെ കുറേ ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അതായത് ഇതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും അറിയാൻ സാധ്യതയില്ല. കാരണം ഈ 60+ മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അല്ലേ ആകെ 4-5 ആൾക്കാർ ഇതിൽ അറിയുള്ളൂ. ഓക്കെ, പലരും വാട്സപ്പിലൂടെയും മറ്റ് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉള്ളവർ അറിയുന്നുള്ളൂ, മുഖം കൂടെ അറിയാത്തവരുണ്ട്. അപ്പോൾ ഇന്ന് പലരും കണ്ടുമുട്ടാനും എല്ലാവരോടും സൗഹൃദം പുലർത്താനും പറ്റുന്ന ഒരു സന്ദർഭമായിട്ട് ഇതിനെ കാണുന്നു. ഓക്കെ, സോ അങ്ങനെ ഒത്തിരി വാചകം അടിച്ചിട്ട് വേർപ്പിക്കുന്നില്ല. ഇനി നേരെ നമ്മൾ കണ്ടു പോകുന്നു. ഇവൻ്റ് നടക്കുന്നത് ദുബായിലെ ക്രോണോ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ക്രോണോ ഹബ്ബ് 5 മണിക്കാണ് പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 4:30 ആയി. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. പാർക്കിങ്ങിൻ്റെ ചെറിയൊരു അപകട, അത് തീർത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ മോമോ ഇല്ല നമ്മുടെ വീഡിയോയിൽ. സാധാരണ അവൾ വരാറുണ്ട്. ഇന്ന് അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഇന്ന് സൺഡേ ആണ്, അപ്പോൾ റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം, ജിമ്മേ പോകണം എന്നുള്ള സ്വാഭാവിക കാരണങ്ങളുള്ളത് കൊണ്ട് അവൾ വന്നിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. അവിടെ എല്ലാവരും കൂടി മീറ്റപ്പ് ആകുമ്പോൾ പരിപാടി ഉഷാറാവും. അങ്ങനെ പരിപാടി ഇങ്ങനെ ഉള്ളിൽ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്രോണോ ഹബ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഇങ്ങനെ നല്ലൊരു മൂഡ്, അടിപൊളിയായിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ആൾക്കാർ, ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു അറ്റത്ത് ഇങ്ങനെ പരിചയപ്പെട്ട് വന്നു, കുറേശ്ശൊക്കെ. ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് റൗണ്ട് എത്തി വരണം, നോക്കാം. വാട്സപ്പിലൂടെ മാത്രം ഞങ്ങൾ കുറേ നാൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു വ്യക്തിയാണ് കേട്ടോ എനിക്ക് ആ വായു എന്ന് പറഞ്ഞൊരു വാച്ചില്ലേ, അത് കിട്ടാൻ ഒരു കാരണക്കാരനായിരുന്നു രാഹുൽ ബ്രോ. ഞാൻ വേറൊരു കോമഡി ഉണ്ട്, ആളോട് ഞാൻ ചോദിച്ചു ഫോട്ടോ അയച്ചു തരാൻ ചോദിച്ചു. അത് വേണ്ട, എൻ്റെ ഫോട്ടോ വാട്സപ്പിൽ നേരിൽ കാണുമ്പോൾ മതി. ശരിക്കും ഭയങ്കര ഷോക്കായി. ഇവിടുത്തെ ഒരു ഇവന്റ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർ പരിചയപ്പെടുകയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ പലരും കണ്ടിട്ടില്ല, കാരണം ഇതൊരു വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർ തന്നെ പലരും പരസ്പരം കണ്ടുമുട്ടി ഒത്തിരി
ഭയങ്കര രസമുള്ളൊരു ഇവൻ്റ് ആവുന്നുണ്ട് ഇത്. നല്ല രസമുണ്ട്. ഒപ്പം ഈ ഒരു കഫേ എന്ന് പറയുന്നത് ക്രോണോ കഫേ എന്ന് പറയുമ്പോൾ അതിൽ ഫുള്ള് വാച്ചുകളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വേറൊരു വൈബ്. വേറൊരു മെയിൻ ആളും കൂടി ഞാൻ പരിചയപ്പെടുത്തി. നമ്മുടെ ഓളം വാച്ചില്ലേ, ഓളം വാച്ചിൻ്റെ ഡിസൈനർ. പല ഇതിലും വ്ളോഗുകളിലും നമ്മൾ പേരെ കേട്ടിട്ടുള്ളൂ, ഞാനും പേരെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ദിലീപ് ഭായ്, നമ്മുടെ ഓളം വാച്ചിൻ്റെ ഒരു ഡിസൈനർ. ഓളം പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം. ഇന്നാണ് എനിക്ക് ഒരു ഓളം കിട്ടാൻ പോകുന്നത്. കുറേ നാളത്തെ അത് ഞാൻ പറയാൻ മറന്നു, ഒരു സ്പെഷ്യൽ വീഡിയോ കൂടിയാണ്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഒരു ഓളം കിട്ടുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഡിസൈനറെ തന്നെ ഒന്ന് കണ്ടുമുട്ടാൻ പറ്റി. നമ്മുടെ മെയിൻ ക്യാരക്ടർ സച്ചിൻ ഭായ്. ഇവരൊക്കെ നമ്മൾ ഫസ്റ്റ് ഇത് മീറ്റപ്പിന് വന്നപ്പോഴേ കണ്ടിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ മീറ്റപ്പാണ്. ബട്ട് നമ്മൾ ഗ്രൂപ്പിലൂടെ എല്ലാവരും കൂടി നല്ലൊരു കണക്ഷൻ വരും. സോ അതന്നെ നമ്മളന്ന് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും പലരും. ഷോഹൻ ഭായ് ഇതാ. അപ്പോൾ അതാണ് കണ്ട ആള് നോക്കുമ്പോൾ ഇപ്പോഴും ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ ഈ വാച്ച് എന്തൂസിയാസ്റ്റിൻ്റെ പ്രശ്നം അതാണ്, കയ്യിലേക്ക് നോക്കുക, മോത്തിക്കല്ല. എല്ലാവരും വാച്ച് നോക്കുക, അതാണ്. അങ്ങനെ ഒരു അടിപൊളി വൈബ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ എല്ലാ വാച്ചുകളും ഇഷ്ടപ്പെടുന്നവരും വാച്ചുകളെ എന്താ പറയുക, അങ്ങനെ ഒരു വാച്ച് മയം ഇതേ കാണുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുറേ വാച്ചുകൾ ഡിസ്പ്ലേന് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ വാച്ചുകൾ ഡിസ്പ്ലേയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾ ഇങ്ങനെ നോക്കി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല വാച്ചുകളും നമ്മൾ വീഡിയോകളിൽ മാത്രമായിട്ട് കണ്ടിട്ടുള്ള വാച്ചുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ കുറേ പാറ്റക് ഫിലിപ്പ്, റോളക്സിൻ്റെ തന്നെ ലോട്ട് ഓഫ് വെറൈറ്റി ഓഫ് കളക്ഷൻസ്. നോക്ക് കണ്ടോ, ഇത് റോളക്സിൻ്റെ കളക്ഷൻസും ഉണ്ട്. എപ്പോഴും പറയാറുള്ള പോലെ അമിത് ഭായ് ഇപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ ഓരോ മെസ്സേജുകളും ഓരോ വാച്ചുകൾ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എനിക്കും അമിത് ബ്രോ തന്നെയാണ് കുറേ കാര്യങ്ങളും പറഞ്ഞു തരാറുള്ളത്. ആളുടെ ജോലിയിൽ തന്നെ. നാട്ടിൽ നിന്ന് വന്ന 10 അംഗ സംഘത്തിൽ ഒരു മെയിൻ മേട്ട. സ്നാക്സും കാര്യങ്ങളൊക്കെ എത്തി. ഞങ്ങൾ വെള്ളം എടുത്തു. പക്ഷേ സ്നാക്സ് ഇങ്ങനെ ലൈനിൽ ഓടുന്നുണ്ട് അല്ലേ മുത്തുബായ്? ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ പിടിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ തൽക്കാലം എല്ലാവരും പരിചയപ്പെടട്ടെ. സോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി അവരവരുടെ കളക്ഷൻ എന്താ പറയുക, എക്സിബിഷൻ അല്ലേ രഘുഭായ്? ഇതേനാ ഇവിടെ ഇങ്ങനെ ഇതാ നമ്മുടെ രഘുഭായ് ആളുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻ എടുത്ത് കാണിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. നോക്ക് കുറേ വെറൈറ്റീസ്. എല്ലാവരും ഓരോ ടേബിൾ എടുത്തിട്ട് അതിലിങ്ങനെ എല്ലാവരും കൊണ്ടുവരിക. അതായത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഡിസ്പ്ലേ കാണിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ. അപ്പം അങ്ങനെ വൺ സൈഡ് Rolex released Samarina with no date, which has got a crack. They recalled back all those dials. Oh. അത് ആ ഒറിജിനൽ ഡയൽ വെച്ചിട്ട് ഇറങ്ങുന്ന വാച്ചിന് അവർ സ്പൈഡർ ഡയൽ അപ്പോൾ അത് വിൻറ്റേജിൽ ബിക്കോസ് കുട്ടികളാണെങ്കിലും 1980 see 5513 has multiple date ranges. One started 1970 onwards, 5513 is there. So they release multiple ranges. Okay. For the range from 1982 to onwards for a period of 5 years, the Rolex had a dial crack, which they recalled. Okay. With no date. ഇതിലുണ്ട് ഒരു ക്രാക്ക്. അപ്പോൾ ഇത് പണ്ട് റോളക്സ് ഓൾറെഡി ഇറക്കിയപ്പോൾ ഇതിന് അന്ന് 1983 അതിൻ്റെ ഡയലിലൊരു ക്രാക്ക് വന്നു ആ ഒരു മോഡൽസിൽ. അപ്പോൾ അത് റീകോൾ ചെയ്തു. ബട്ട് അന്ന് ആ ഒരു ഇയറിൽ ഉണ്ടായിട്ടുള്ള അപ്പോൾ ആ ഒരു ക്രാക്കുള്ള മോഡൽ ഓഫ് റോളക്സ് ആണ് ഇപ്പോൾ നമ്മളതിൽ കണ്ടത്. സംതിങ് സ്പെഷ്യൽ ആൻഡ് യുണീക്ക്. സോ ടൈം ഗ്രാഫേഴ്സ് കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടേബിൾ തൊട്ടിട്ട് ഇങ്ങനെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിനകത്ത് ടൈം ഇറ്റ്സ് 5 55 56 57. അമിത് ബ്രോ അമിത് ബ്രോ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരണം. കാണിച്ചു തന്നാൽ മാത്രം പോരാ, പറഞ്ഞോളൂ. ഇത് MBNF എന്ന് പറഞ്ഞ ഒരു വാച്ച് മേക്കർ ഉണ്ട്. അവരെ കുറച്ചും കൂടി അഫോർഡബിൾ ആയ വേർഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കിയതാണ് മാഡ് മാഡ്. കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണാം. മേഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പം റോട്ടറി ഇവിടെ മുകളിൽ വെച്ചേക്കുന്നത്. ടൈം നോക്കണ്ടെങ്കിൽ ഇങ്ങനെ ടൈം മൈ ഗോഡ്, ഇത് കണ്ട ഗൈസ്, ടൈം സൈഡിലാണ്. ഹോ അപ്പോൾ ഇതിൽ എങ്ങനെ സമയം നോക്കുക കൈമ കെട്ടിയിട്ട്? ബിക്കോസ് എന്താണെന്ന് പറയാൽ ഇത് മെയിൻലി ഡ്രൈവേഴ്സിൻ്റെ വാച്ചാണ്. ഓക്കെ, ഡ്രൈവ് ചെയ്യുന്ന നേരം ഇങ്ങനെ നോക്കിയാൽ കൂൾ ബ്രോ, കൂൾ. ദിസ് ഈസ് റിയലി മാഡ് അല്ലേ? ഒന്ന് വെളിയിൽ കൊണ്ടുപോയി നോക്കടാ, അമിത് ബ്രോ പറഞ്ഞു തരണേ, പറഞ്ഞുതരാം. ആളാണിത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആള്. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, ഇതാണ് ഇത് മറ്റേ ഞങ്ങൾ എന്താ പറയുക ടൈം ഇങ്ങനെയാണ് നോക്കാം. ഈ കാണുന്ന സാറ്റലൈറ്റ് ആണ് സെക്കൻഡ് സാൻഡ്. ഓക്കെ, കണ്ടാ ആ സാറ്റലൈറ്റ് റണ്ണിങ് ആണ് അതിന്റെ സെക്കൻഡ് സാൻഡ്. കറക്റ്റ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇതിപ്പം അവർ ഹാൻഡായി. ഓക്കെ 6. ഓക്കെ, ഇത് മിനിറ്റ്സ് 4 6:04. അപ്പോൾ 6:04 കുറച്ച് പഠിക്കേണ്ടി വരും. ഇത് കഷ്ടപ്പാടാണ്, സമയം നോക്കാൻ വേണ്ടി വെക്കാൻ പറ്റില്ല. ഇപ്പം ആൾക്കാർ വാച്ച് സമയം നോക്കാനല്ല, അല്ലാതാണ് ഇത് കുറെ നേരം ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ തന്നെ ഇപ്പൊ കുറച്ച് നേരമായി നമ്മളോട് സമയം ചോദിച്ചു ഇങ്ങനെ അത് പിന്നെ ഇപ്പം വരാം. എവിടെ മൊബൈൽ എവിടെ അത് നോക്കേണ്ട അവസ്ഥയാണ്. ദുബായിലേക്ക് കൂടി അപ്പോൾ നമ്മൾ വർഷത്തോളമായി നമ്മളെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആവാൻ കമ്മ്യൂണിറ്റി ഉത്ഭവിച്ചത് ഈ രണ്ട് വ്യക്തികളിൽ നിന്നാണ്. മഹാനായ വ്യക്തിയിൽ നിന്നാണ്. വളരെ വളരെ എന്താ പറയുക, ഒരു ലൈറ്റായി തുടങ്ങിയ ജേണി ഇന്ന് അതേ ലൈറ്റ്നെസ്സോട് കൂടി പക്ഷേ വളരെ നല്ലൊരു സ്ട്രോങ് ഗ്രൂപ്പായിട്ട് നമ്മൾ മാറി. ടു ബി ഹോണസ്റ്റ്, ഇന്നിപ്പോൾ കളക്റ്റീവ്ലി ആസ് എ വാച്ച് കമ്മ്യൂണിറ്റി വി ആർ വെരി സ്ട്രോങ് ഇൻ ടേംസ് ഓഫ് സ്പെൻഡ് ആണെങ്കിലും ശരി, ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് കളക്ഷൻസ് ആണെങ്കിലും ശരി. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കളക്ടേഴ്സ് ഉണ്ട്, വളരെ അപ്കമിങ് ആയിട്ടുള്ള കളക്ടേഴ്സ് ഉണ്ട്. Dramatic Trivia Watch Party. There's 5 more that we are finalizing in this coming week. Those will be added. So basically we have got the rights to distribute it in GCC and India. Every person നമ്മൾ ഒരിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് തുടങ്ങിയത് അയാളായിരിക്കും. And then we read it and we come here. ഈ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഓരോരുത്തരെ പറ്റി. പക്ഷേ to sum up ഈ പറഞ്ഞ പോലെ Dubai Watch Union, the support they have given us from the day of Nariga was extremely സച്ചിനാളരുത്, വേറെ ആർക്കും കിട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെ ഈ ഇവൻ്റ് ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. മോറോവർ ഇതൊരു വാച്ച് ക്ലബിൻ്റെ ഗെറ്റ് ടുഗദർ, ദാറ്റ്സ് ഫൈൻ. കുറേ ആളുകൾ തമ്മിൽ അറിയാനും സംസാരിക്കാനും ഒരു നൈസ് ഇവൻറ്റ്. അതായത് കുറേ വാച്ച് പ്രേമികൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകാവുന്ന ആ ഒരു രീതിയിലുള്ള എല്ലാ എൻജോയ്മെൻറ്റ്സും തമാശകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നാൽ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഉഷാറായിട്ട് ഇങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി ഇവൻറ്റ്. അങ്ങനെ വന്നിട്ടുള്ളവരും എല്ലാവരും കൂടി എല്ലാവരും ഓരോരോ ടീമായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം കാണുന്ന പോലെയല്ല, ഈ ഗ്രൂപ്പിൽ സംസാരിച്ച് അങ്ങനെ അതിനേക്കാൾ കൂടുതൽ എല്ലാവരും കാണുമ്പോൾ, നേരിൽ കാണുമ്പോൾ ഒരു സന്തോഷവും അവർ തമാശ പറച്ചിലും അവർ കാര്യങ്ങളും എല്ലാമായിട്ട്, പിന്നെ അവർ ഓരോരുത്തരുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ മീൻ വൈൽ സൈഡിൽ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റേതായൊരു രസവും കാര്യങ്ങളും. എല്ലാവരും ഇവിടെ കൊക്കക്കോളയുടെ ഫുൾ ഗ്യാസ്
ഓക്കെ, അപ്പോൾ എല്ലാവരും അവരവരുടെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പുതിയ കുറേ വെറൈറ്റികൾ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് പല നമ്മൾ റയർ പീസുകളായാലും നമുക്കെല്ലാം ട്രൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ ഒരു ക്ലബ്ബ് ഉണ്ടാകുമ്പോൾ ഇതിലുള്ള വാച്ചുകൾ ഇന്ന ആളുടെ അങ്ങനെയുള്ളൊരു കാര്യമില്ല ഇവിടെ. നമുക്ക് എല്ലാവർക്കും കയ്യിൽ കെട്ടുക, യൂസ് ചെയ്യുക. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ കൂടി കാണുമ്പോൾ അതൊരു വേറെ ഒരു മൈൻഡാണ്, വേറൊരു വൈബാണ്. ആ ഒരു സാധനം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. I'll take a video only this time. Now I will take. Snacks ಇದೆ ഇങ്ങനെ സൈഡ് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ സാത്തർ സോ അങ്ങനെ നമ്മളൊരു ഫോട്ടോ സെഷൻ കഴിഞ്ഞു. എല്ലാവരും കൂടി നിന്നിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ തന്നെ ഇനി അടുത്തത് കേക്ക് കട്ടിങ്. അങ്ങനെ ഇവൻ്റെ ഇത് എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേക്ക് കട്ടിങ്ങോട് കൂടെ നമുക്ക് നമ്മുടെ വ്ളോഗ് നല്ല വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് സോഹന്റെ ബർത്ത്ഡേക്ക് സെറ്റ് ചെയ്ത കേക്ക്. അവർ ഉണ്ടാക്കിയ കേക്കാണ്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി കേസ്. നോക്കട്ടെ, സെറ്റ് ചെയ്ത കേക്ക് കാണിച്ച്. ഇതാണ് ഞാൻ അയച്ചു കൊടുത്ത കേക്ക്. പുള്ളി പറഞ്ഞ 99% ആക്യുറസി കിട്ടില്ല. അത് മാത്രം കിട്ടില്ല. ഇത് റിയാലിറ്റി കിട്ടിയ കേക്ക്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഓളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഓളം ഇന്ന് എനിക്ക് കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളം ഇന്ന് എനിക്ക് കിട്ടുകയാണ്. അങ്ങനെ മോനെ സൂപ്പർ. അപ്പോൾ താങ്ക് യു രഘുഭായിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു കണ്ണിയായത്. ഞാൻ പിന്നാലെ നടന്ന ആളെ ഉപദ്രവിച്ചു. ആളുടെ നമ്പറും ഡീറ്റെയിൽസും തരാം. അപ്പൊ അങ്ങനെ നമുക്ക് താങ്ക് യു. അപ്പോൾ ഓളം കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ സൂപ്പർ പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഓളം തരുന്നു. ഡിസൈനർ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആള് സോഹൻ ഭായ്. ഇനി ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാവരും ബിസിയാണ് അവിടെ ഇവിടെ. ഇവർ രണ്ടാളേക്ക് പിടിക്കാൻ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അവരിപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഓളം കിട്ടി. താങ്ക്സ് ലോ. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഓളം അങ്ങനെ ഒത്തിരി കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഓളം വാച്ച് കിട്ടി. നമ്മുടെ വൺ ഓഫ് ദി മലയാളം വാച്ച് എന്ന് പറയും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ വേറെ ഇടാം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അതും വൺ ഓഫ് ദി മെയിൻ ഒരു പരിപാടിയായിരുന്നു ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ. വൺ ഓഫ് ദി മെയിൻ കണ്ടൻറ്റ് എന്ന് പറയാം. ഓളം അങ്ങനെ എനിക്കും കിട്ടി. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഇവൻ്റ് ഇത് എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫോട്ടോ എടുക്കലും കളക്ഷൻസ് കാണലും അതുപോലെ കേക്ക് കട്ടിങ്ങും പുതിയ ആളുകളെ പരിചയപ്പെടലും നാട്ടിൽ നിന്ന് വന്നവരെ പരിചയപ്പെടലും എല്ലാം ആയിട്ട് അങ്ങനെ ഇവൻ്റ് ഫുൾ പവറോടുകൂടെ മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇനി ഒത്തിരി ഞാൻ ലെങ്തി വീഡിയോ ആക്കുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത് മറക്കരുത്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.